സർ, 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായത്. 2024 ജൂലൈ 30 മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം മാർഗമില്ലാതാവുകയും ചെയ്തു. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും നിശ്ചയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, CMDRF SDMA കേന്ദ്ര ഗതാഗത പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കവചം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ മേഖലയിൽ കേരളം പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. ഏത് സ്ഥലത്തും എന്തുമാവാവുന്ന അനാരോഗ്യകരമായ സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എവിടെ എന്തൊക്കെ ആവാം, എന്തൊക്കെ പാടില്ല എന്നത് ശാസ്ത്രീയമായി നിശ്ചയിച്ചുകൊണ്ടുള്ള സ്ഥലമാന ആസൂത്രണത്തിന് സ്പാഷ്യൽ പ്ലാനിംഗ് ഇനി മുതൽ കേരളം ഉയർന്ന പരിഗണന നൽകും. 15ാം പഞ്ചവത്സര പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ഒരു ജനകീയ വികസന പഠന സംവാദ യജ്ഞം ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ഹ്രസ്വകാലാടിസ്ഥാനത്തിലും 25 വർഷത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. വികസന പഠനങ്ങളിലും അവയെ ആധാരമാക്കി നടത്തുന്ന ജനകീയ സംവാദങ്ങളിലും സംസ്ഥാനത്തെ അക്കാഡമിക് സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കും. സർ, ഓരോ മേഖലയിലും പുരോഗതി സർക്കാർ ഏജൻസികൾ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ശരാശരി 10 ലക്ഷം രൂപ വീതം നൽകുന്ന 50 ഗവേഷണ പ്രൊജക്റ്റുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് നൽകും. സ്ഥിതിവിവരങ്ങളും ഇതര തെളിവുകളും സഹിതം തയ്യാറാക്കുന്ന പ്രബന്ധങ്ങൾക്ക് പാരിതോഷികം നൽകും. സർ, 2001 കേരളത്തിലെ നഗര ജനസംഖ്യയുടെ അനുപാതം 25.96%. 2011 അത് 47.72% ഉയർന്നു. 2031 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 70% നഗരവാസികളായിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. നഗരവൽക്കരണത്തിൻ്റെ വേഗത ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. സർ, മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനായാൽ നഗരവൽക്കരണത്തെയും സാമ്പത്തിക വളർച്ചയെയും സമന്വയിപ്പിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാനാവും. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളം ഒരു അർബൻ കമ്മീഷനെ നിയമിച്ചത്. വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും.